ഹലോ ഓൾ. അപ്പം നമുക്ക് അസിസ്റ്റൻറ്റ് എഞ്ചിനീയറിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത് എന്താണ്? ദ റേഞ്ച് ഓഫ് ഡീഫോർമേഷൻ വെയർ ദ മെറ്റീരിയൽ അണ്ടർഗോസ് ഇറിവേഴ്സിബിൾ ഡയമെൻഷണൽ ചേഞ്ച് ഈസ് ജനറലി നോൺ ആസ്. അതായത് മെറ്റീരിയലിൽ ഇറിവേഴ്സിബിൾ ആയിട്ട് ഡയമെൻഷണൽ ചേഞ്ച് ഉണ്ടാകുന്നു. അതായത് അതിന് എന്തെങ്കിലും ഒരു ബോഡി ഉണ്ട്, ആ ബോഡിയിൽ ഞാൻ എന്തെങ്കിലും ഒരു ഫോഴ്സ് കൊടുത്തു, അപ്പോൾ അതിന് ഡീഫോർമേഷൻ സംഭവിക്കും. ആ ഡീഫോർമേഷൻ എന്ന് പറഞ്ഞാൽ പെർമനൻ്റ് ആയിരിക്കും, പിന്നീട് അത് തിരിച്ച് അതിൻ്റെ ഒറിജിനൽ സ്റ്റേറ്റിലേക്ക് എത്തത്തില്ല. അങ്ങനെയാണെങ്കിൽ അതിനെ എന്ത് വിളിക്കുന്നതാണ് ചോദിക്കുന്നത്. അതൊന്നും എന്താണ്? പ്ലാസ്റ്റിക് ആണ്. ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ്, പ്ലാസ്റ്റിക്. അപ്പോൾ നമുക്ക് ബാക്കി ഓപ്ഷൻസും കൂടി നോക്കാം. ഇലാസ്റ്റിക് എന്താണ്? ഇലാസ്റ്റിക് ബോഡി എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു ബോഡിയിലേക്ക് ഞാൻ ഒരു ഫോഴ്സ് കൊടുക്കുന്നു, അപ്പോൾ അതിന് ഡീഫോർമേഷൻ സംഭവിക്കുന്നു, തിരിച്ച് ആ ബോഡി എന്ത് ചെയ്യും? അതിൻ്റെ ഒറിജിനൽ ഷേപ്പിലേക്ക് എത്തും. അതാണ് ഇലാസ്റ്റിക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ക്രീപ്പും ഫാറ്റിഗും രണ്ട് ടേമാണ് നമുക്ക് മുന്നേയും ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് ക്രീപ്പ് നോക്കാം. ക്രീപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ലോങ് ടേം ഡിഫ്ലക്ഷനെയാണ് നമ്മൾ ക്രീപ്പ് എന്ന് വിളിക്കുന്നത്. ക്രീപ്പ് എന്ന് എന്താണ്? ലോങ് ടേം ഡിഫ്ലക്ഷനാണ്. ഓക്കെ, ലോങ് ടേം ഡിഫ്ലക്ഷനാണ് ഡ്യൂ ടു സസ്റ്റെയിൻഡ് ലോഡ്. അപ്പോൾ ക്രീപ്പ് ഉണ്ടാവാൻ കാരണം സസ്റ്റെയിൻഡ് ലോഡാണ്. സസ്റ്റെയിൻഡ് ലോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഡെഡ് ലോഡ് കാരണമാണ് ക്രീപ്പ് ഉണ്ടാകുന്നത്. ആൻഡ് ഈ ക്രീപ്പ് എന്ന് പറയുന്നത് എന്താണ്? ലോങ് ടേം ഡിഫ്ലക്ഷനെയാണ് നമ്മൾ ക്രീപ്പ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഒരു പോയിന്റ് കൂടെ ഇവിടെ അറിഞ്ഞിരിക്കുക. ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ക്രീപ്പ് ഈസ് അൺകൺട്രോളബിൾ. ഏത് ടെമ്പറേച്ചറിലാണ് ക്രീപ്പ് അൺകൺട്രോളബിൾ ആകുന്നതെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഹോമോലോഗസ് ടെമ്പറേച്ചറാണ്. എന്താണ്? ഹോമോലോഗസ് ടെമ്പറേച്ചറാണ്. ക്രീപ്പ് അൺകൺട്രോളബിൾ ആവുന്ന ടെമ്പറേച്ചറാണ് ഹോമോലോഗസ് ടെമ്പറേച്ചർ. ഇനി അടുത്ത് നമുക്കൊരു ടേം നോക്കാനുള്ള ഫാറ്റിഗ് എന്താണ്? ഈ ഫാറ്റിഗിനെ നമുക്ക് എൻഡ്യൂറൻസ് ലിമിറ്റ് എന്ന് വിളിക്കാം. ആ പേര് നോക്കി വെച്ചോളെ, ഫാറ്റിഗ് അല്ലെങ്കിൽ എൻഡ്യൂറൻസ് ലിമിറ്റ് എന്ന് വിളിക്കാം. ഇനി ഫാറ്റിഗ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡെഫിനിഷൻ പറയുന്നത് ഗ്രേറ്റസ്റ്റ് സ്ട്രെസ് ദാറ്റ് ക്യാൻ ബി അപ്ലൈഡ് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ടൈംസ് വിത്തൗട്ട് ഫെയിലിയർ. അതായത് ഞാനിപ്പോൾ എൻ്റെ ഈ ഒരു ബോഡി ഉണ്ട്, ഈ ബോഡിയിലേക്ക് ഞാൻ ഒരു സ്ട്രെസ് കൊടുക്കുന്നു. 50 കിലോ ന്യൂട്ടൺ ആണ് ഞാൻ കൊടുക്കുന്നത്. ഇത് ഞാൻ എത്ര പ്രാവശ്യം കൊടുക്കുന്നു എന്ന് വെച്ചാൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ടൈംസ് ഞാൻ കൊടുക്കുന്നു. ആ ഒരു സ്ട്രക്ചർ ഫെയിൽ ആവുന്നില്ല, ആ ഒരു ബോഡി ഫെയിൽ ആവുന്നില്ല. ഓക്കെ, പക്ഷേ ഈ ബോഡിയിലേക്ക് ഞാൻ ഈ ഒരു 51 കിലോ ന്യൂട്ടൺ ഇൻഫിനിറ്റ് ടൈം കൊടുത്തപ്പോഴത്തേക്കും അത് ഫെയിലായിപ്പോയി. അങ്ങനെയാണെങ്കിൽ ആ ലിമിറ്റിനെ നമ്മൾ ഈ ഒരു 50 കിലോ ന്യൂട്ടനെ വിളിക്കുന്നതാണ് ഫാറ്റിഗ് എന്ന് പറയുന്നത്. അതായത് ഗ്രേറ്റസ്റ്റ് സ്ട്രെസ് 50 കിലോ ന്യൂട്ടൺ എന്നല്ല, നമ്മളിപ്പോൾ സ്ട്രെസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഗ്രേറ്റസ്റ്റ് സ്ട്രെസ് ദാറ്റ് ക്യാൻ ബി അപ്ലൈഡ് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ടൈംസ് വിത്തൗട്ട് ഫെയിലിയർ ഇവിടെ ഉണ്ടാവുന്നില്ലല്ലോ. സോ ആ ഗ്രേറ്റസ്റ്റ് സ്ട്രെസ്സിനെ വിളിക്കുന്ന പേരാണ് ഫാറ്റിഗ് അല്ലെങ്കിൽ എൻഡ്യൂറൻസ് ലിമിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.